ദുനിയാവിൽ അനുവദനീയമായ മുഴുവിനോദങ്ങളും നബിയെപ്പോലുള്ള ഒരാൾക്ക് ആസ്വാദ്യകരമാക്കിയാൽ ധർമ്മ സംസ്ഥാപനത്തിനുള്ള സമയം ചുരുങ്ങിപ്പോകുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ നബിയുടെ ആഗ്രഹങ്ങളെ സ്ത്രീകളിലേക്ക് മാത്രം ചുരുക്കുകയായിരുന്നു, അവർക്ക് പ്രിയമാകുന്ന സുഗന്ധങ്ങളിലേക്കും. ഈ ദൈവിക ക്രമീകരണത്തെ ഓർമ്മപ്പെടുത്താനാണ് ഹുബ്ബിബ ഇലയ്യ, എനിക്ക് പ്രകൃതിയാ പ്രിയങ്കരമായി നൽകി എന്ന് പ്രയോഗിക്കുന്നത്. എന്നു മാത്രമല്ല, സ്ത്രീകൾക്ക് മാനുഷിക പരിഗണനകൾ വകവച്ചു കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ അവരുടെ നിലവാരം ഏറ്റുന്ന ഒരു സുന്ദര വാക്യമാണിത്. ഈ വാക്യത്തിൽ കല്ലുകടി കാണുന്നവർ എനിക്ക് സ്ത്രീകളോട് വെറുപ്പാണ് എന്നാണോ നബി പറയേണ്ടിയിരുന്നത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ നബി സമ്മതിക്കുന്ന സ്ത്രീകളോടുള്ള ഇഷ്ടം ആരോഗ്യമുള്ള പുരുഷന്റെ ലക്ഷണമാണ്, ഇല്ലെങ്കിൽ ചികിത്സിക്കപ്പെടേണ്ടി വരും എന്നല്ല, വളരെ നേരെയായ ലൈംഗികാഭിമുഖ്യമാണ് തനിക്കുള്ളതെന്ന് തുറന്നു പറയൽ എന്തുകൊണ്ടും നവലോകത്ത് പ്രസക്തമാണ്. കാരണം എന്തിലും ഏതിലും സുഖാസ്വാദനം ധാർമ്മികമായി കാണുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ലോകത്ത് അത്തരം വൈകൃതങ്ങളിൽ താനില്ലെന്നുകൂടി മേൽവചനങ്ങൾ ധ്വനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിമർശകർക്കു കൂടി നബി വഴിവിട്ട ബന്ധങ്ങളിൽ ഭാഗമായിരുന്നുവെന്ന് ആരോപിക്കാനാവുന്നില്ല. അത്തരത്തിലുള്ള സ്വനിയന്ത്രണം അലങ്കാരമാകുന്നത് ആസക്തിയുള്ളതിനോടുകൂടി അത് സാധ്യമാകുമ്പോൾ മാത്രമാണ്.